അംഗീകരിച്ചതാണ്. തെളിവുകൾ ആ CD-യിലുണ്ട്. നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ ഉത്തരവാദിയല്ല. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിട്ടില്ല, അല്ലാഹുവിനെ അവർ അംഗീകരിച്ചിട്ടില്ല എന്ന് ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ബഹുമാന്യ ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമുക്കാരെങ്കിലും പറയുന്നതല്ലല്ലോ ദീനിലെ തെളിവ്. റബ്ബുൽ ഇസ്സത്തിന്റെ കലാമല്ലേ, വഖൈറുൽ കലാമി കലാമുല്ലാഹ്. വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ കലാമ് അല്ലാഹുവിന്റെ കലാമല്ലേ. ആ കലാമിൽ അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് റബ്ബെന്താ പരിചയപ്പെടുത്തുന്നതെങ്കിൽ അതിലപ്പുറം പറയാൻ എനിക്കോ നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലോ അധികാരമില്ലല്ലോ. റബ്ബിന്റെ വാക്കല്ലേ അവസാനത്തെ വാക്ക്. ആ റബ്ബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കല്ലേ അവസാനത്തെ വാക്ക്. നോക്കൂ നിങ്ങൾ, ആ രണ്ട് അഥവാ പരിശുദ്ധ ഖുർആനിൽ നിന്നും നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനത്തിൽ നിന്നും നമുക്ക് ഈ വിശ്വാസത്തെ ഒന്ന് പഠിക്കാം. അതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുകയാണ്, നബിയേ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, കുല്ലി മനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. കുൽ നബിയെ പറയുക, ലിമനിൽ അർദു, ആർക്കാണ് ഭൂമിയുടെ ഉടമാവകാശം, ആരുടേതാണ് ഭൂമി, വമൻ ഫീഹാ, ആ ഭൂമിയിലുള്ളവരും ആരുടേതാണ്, ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഒന്ന് പറയൂ എന്നവരോട് ചോദിക്കുന്നു. ആയത്തുകൾ എൻ്റെ ബഹുമാന്യ ശ്രോതാക്കൾ ശരിക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ ശ്രദ്ധ അങ്ങുമിങ്ങും ആയി പോകരുത്. അല്ലാഹുവിന്റെ കലാം ഓതുമ്പോ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് റഹ്മത്ത് വേണോ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം ചൊരിയപ്പെടണോ, പടച്ച തമ്പുരാന്റെ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം, മൗനം പാലിക്കണം, അതിലേക്ക് വളരെ കണ്ണും കാതും കൽബും കൊടുക്കണം. അല്ലാഹു പറയുകയാണ്, അതാ റബ്ബ് സുബ്ഹാനഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചോദിക്കുന്നു ആ ജനങ്ങളോട്. ഏത് ജനത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അവര് അല്ലാഹുവിനാണ് എല്ലാ കഴിവും എന്നവർ അംഗീകരിച്ചിട്ടില്ലെന്ന് പറയുന്നു. എല്ലാ കഴിവിന്റെയും ഉടമ അള്ളയാണെന്ന് അവർ അംഗീകരിച്ചിട്ടില്ല എന്ന് ഒരു ഭാഗം പറയുന്നു. നാം പറയുന്നു അത് ശരിയല്ല ജനങ്ങളെ. റബ്ബിന്റെ ഖുർആനിൽ അതിന് വിരുദ്ധമാണുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനാണ് എല്ലാത്തിന്റെയും ഉടമാവകാശം എന്നാണ് വിശ്വസിച്ചത്. തെളിവെന്താ കേട്ടോ, കുല്ലിമനിൽ അർദു വമൻ ഫീഹാ, ഭൂമിയിലും ആ ഭൂമി ആർക്കുള്ളതാണ്? ആ ഭൂമിയിലുള്ളവരും മുഴുവൻ. ചിന്തിച്ചോ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റബ്ബല്ലേ ഈ പറയുന്നത്. ഈ ഭൂമിയിലുള്ളത് മുഴുവൻ, ഏതെങ്കിലും ഒന്ന് പുറത്തല്ല, ഏതെങ്കിലും ഇതിൽ നിന്നൊഴിവല്ല. ഈ ഭൂമിയിലുള്ളത് മുഴുവൻ ആരുടേതാണ് ജനങ്ങളെ? അറിയുന്നുവെങ്കിൽ പറയുക. സയഖൂലൂന ലില്ലാഹ്, അവർ പറയുന്നു അല്ലാഹുവിനുള്ളത് തന്നെ. ഖുൽ ഫലാ തദക്കറൂൻ, എങ്കിൽ ചോദിക്കൂ നബിയെ, പിന്നെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അപ്പൊ ഭൂമിയും ഈ ഭൂമിയിലുള്ളത് ഒന്നൊഴിയാതെ മുഴുവനും അല്ലാഹുവിന്റെ ഉടമാവകാശത്തിലാണെന്ന് മുശ്രിക്കുകൾ സമ്മതിച്ചു. അപ്പൊ ആകാശത്തിന്റെ കാര്യമോ? അതാ റബ്ബ് പറയുന്നു, ഖുൽ മർറബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർശിൽ അദീം. നബിയെ വീണ്ടും ചോദിക്കൂ, മർറബ്ബുസ് സമാവാതിസ് സബ്ഇ, സപ്താകാശങ്ങളുടെയും ഏഴാകാശങ്ങളുടെയും അതേപോലെ തന്നെ മഹത്തായ സിംഹാസനത്തിന്റെയും ഉടമയാരാണ് ജനങ്ങളെ? ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴാകാശങ്ങളും അതിൽ തന്നെ വമ്പിച്ച സ്ഥാനമുള്ള അർശും, ആ അർശിന്റെയും ഉടമയാരാണ്? മറുപടി എന്താണെന്ന് കേട്ടില്ലേ? സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവിന്റെ തന്നെ എന്നവർ മറുപടി പറയുന്നു. അപ്പൊ ഭൂമിയുടെ കാര്യം കഴിഞ്ഞു.
ആകാശങ്ങൾ മുഴുവനും കഴിഞ്ഞു, അതിലുള്ളതെല്ലാം തീർന്നില്ലേ? ഇനി അതാ അടക്കി ഒരു ചോദ്യം റബ്ബ് ചോദിക്കുകയാണ്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. നബിയെ ചോദിക്കൂ, മൻ ബിയദിഹി, ആരുടെ കയ്യിലാണോ മലകൂതു കുല്ലി ശൈ. ശ്രദ്ധിച്ചോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ അംഗീകരിക്കുന്ന ശ്രോതാക്കളെ, ചിന്തിച്ചോളൂ. കുല്ലി ശൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നതിൽ നിന്ന് പുറത്താണോ? മൻ ബിയദിഹി, ആരുടെ കയ്യിലാണ് മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. എല്ലാ വസ്തുക്കളുടെയും എന്ന് പറയുമ്പോ പിന്നാതിൽ ഏതെങ്കിലും ഒന്ന് പുറത്തുണ്ടോ? ഇല്ലല്ലോ. എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? എങ്ങനത്തെ അവനാണ് അവൻ? വഹുവ യുജീറു, അവനാണ് എല്ലാവർക്കും പരിരക്ഷ നൽകുന്നത്, അവനാണ് എല്ലാവർക്കും രക്ഷ നൽകുന്നത്. വലാ യുജാറു അലൈഹി, അവനെതിരിൽ ഒരാൾക്കും പരിരക്ഷ നൽകപ്പെടുന്നതുമല്ല. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ പറയൂ. എന്താ അതിന്റെയും മുശ്രിക്കുകളുടെ ഉത്തരം? സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവിന് തന്നെ എന്നവർ അവകാശപ്പെടുന്നു, അവർ പറയുകയും ചെയ്യുന്നു. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ ബൽ ലതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ. നാം അവരിൽ സത്യവുമായിട്ട് അവരെ സമീപിച്ചിരിക്കുന്നു, സത്യം അവരിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ അവരിപ്പോഴും കളവ് പറയുന്നവര് തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഞാൻ ഇവിടെ ഈ ആയത്ത് വളരെ വിശദമായി തന്നെ അതിന്റെ തഫ്സീറുകളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ആയത്തടക്കം പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു സത്യമല്ലേ സുഹൃത്തുക്കളെ? ആകാശഭൂമികളെ പടച്ചവൻ ആര്? നിങ്ങളെ പടച്ചവൻ ആര്? മുൻഗാമികളെ പടച്ചവൻ ആര്? അന്നം തരുന്നവൻ ആര്? ജീവിപ്പിക്കുന്നവൻ ആര്? മരിപ്പിക്കുന്നവൻ ആര്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആര് എന്നൊക്കെ ചോദിച്ചാൽ, അതേപോലെ തന്നെ ഈ കേൾക്കാനുള്ള കാത് എന്ന ശക്തിയില്ലേ, കാണാനുള്ള ഈ കാഴ്ച ശക്തിയില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? അഥവാ ഇതിന്റെയൊക്കെ ഒരു ഉടമയുണ്ടാകുമല്ലോ, ഇതിനെയൊക്കെ ഉടമപ്പെടുത്തിയവനും ആരാണ് എന്നിങ്ങനെ സർവ്വ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിക്കുമ്പോ എല്ലാവരും പറഞ്ഞല്ലോ അല്ലാഹു എന്നാണല്ലോ പറഞ്ഞത്. ഇത് പരിശുദ്ധ ഖുർആനിൽ വളരെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. അല്ലാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവ് വിശ്വസിച്ചിട്ടില്ല. 5, ഇതാണ് നിങ്ങൾ പറഞ്ഞ മറ്റൊന്ന്. സ്വയം കഴിവ് വിശ്വസിച്ചിട്ടില്ല. ശരി തന്നെയാണ്, ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്താ തെളിവ്? അവിടെ പറഞ്ഞിട്ടുണ്ട് ആ CD-യിൽ. അതൊന്ന് കേട്ട് മറുപടി പറ. പിറ്റേന്ന് തന്നെ മറുപടി പറയാൻ ഹുങ്ക് നടിച്ചാ പോരാ, കേട്ട് മറുപടി പറയണം. കേട്ടിട്ട് മറുപടി പറയണം, എന്തെങ്കിലും ഒന്ന് പറയലല്ല, കേട്ടിട്ട് മറുപടി പറ. അല്ലാഹുവിന് സ്വയം കഴിവുണ്ട് എന്നവർ അംഗീകരിച്ചവരാണ്. അല്ലാഹനെ പോലെ സ്വയം കഴിവുള്ള ഒരാൾ വേറെയുണ്ടെന്നവർ വിശ്വസിച്ചിട്ടുമില്ല. അല്ലാഹുവിനാണ് എല്ലാത്തിന്റെയും നിയന്ത്രണം. ആകാശങ്ങൾ, ഭൂമി, അതിലുള്ളത് മുഴുവൻ എല്ലാവർക്കും രക്ഷ നൽകുന്നത്, എല്ലാത്തിന്റെയും ഉടമ, എല്ലാത്തിന്റെയും അധികാരം ഏറ്റെടുത്തിട്ടുള്ളവൻ ഒക്കെ എല്ലാം അല്ലാഹ് തന്നെ എന്ന് കൃത്യമായി അവർ അംഗീകരിച്ചതാണല്ലോ. നമുക്കറിയാം, തഫ്സീറുകളിൽ കാണാം. അവരെ സംബന്ധിച്ച് തന്നെ പണ്ഡിതന്മാര് പറയുകയാണ്, മഅ്തിറാഫികും ബിഅന്ന കുല്ല ഖൈറാത്തിൻ ഫിദ്ദുനിയാ വൽ ആഖിറ ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹി വഇഹ്സാനിഹി വഅ്തിറാഫികും ബിഅന്ന ഹാദിഹിൽ ഔസാന ലാ തൻഫഉ വലാ തദുറുൽ ബത്ത. അതാ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, മുശ്രിക്കുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ ഈ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ നന്മകളും അഥവാ ആഖിറത്തിൽ വിശ്വസിക്കുന്ന മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആഖിറത്ത് വിശ്വസിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന എല്ലാ ഖൈറാത്തുകളും അതൊക്കെ ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് മാത്രമാണ് കരസ്ഥമാകുന്നത്. വഇഹ്സാനിഹി, അവൻ ചെയ്യുന്ന നന്മയാണ്. അതേപോലെ തന്നെ വഅ്തിറാഫിക്കും, നിങ്ങൾ അംഗീകരിക്കുന്നല്ലോ, നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ, ബി അന്ന ഹാദിഹിൽ ഔസാൻ, നിങ്ങൾ ഈ ആരാധിക്കുന്ന വിഗ്രഹങ്ങളില്ലേ, അതൊന്നും ലാ തൻഫഉ വലാ തദുറുൽ ബത്ത,
അതൊന്നും തന്നെ ഉപകാരമോ ഉപദ്രവമോ ഒട്ടും ചെയ്യുന്നതല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഉപകാരോപദ്രവങ്ങളുടെ സാക്ഷാൽ ഉടമ അള്ളയാണ് എന്ന് അറേബ്യൻ മുശ്രിക്കുകളും അംഗീകരിച്ചു. ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ ഒന്ന് ആയത്താണ് കൽപ്പിച്ചത്. ഇനി അതാ മുത്ത് മുസ്തഫയുടെ ഹദീസില്ലേ, അതാ അവിടുന്ന് എന്താ പറയുന്നത്? അറേബ്യൻ മുശ്രിക്കുകൾ അതാ കഅബയുടെ പരിസരത്തെത്തി തവാഫ് നടത്തുമ്പോ അതാ അവർ തൽബിയത്ത് ചൊല്ലുന്നുവല്ലോ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതല്ലേ. എന്താ മുശ്രിക്കുകൾ പറയുന്നത്? മുസ്ലിമീങ്ങൾ പറയും പോലെ തന്നെയാണ് ആദ്യ ഭാഗം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുമ്മ എന്ന അബൂജഹലി പറയുന്നത് ആരോടാണ്? അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോ ആരെയാണ് അബൂജഹലി അല്ലാഹുമ്മ എന്നതുകൊണ്ട് വിളിച്ചത്? ലാത്തക്ക് അല്ലാഹുമ്മ എന്ന് വിളിക്കാറുണ്ടോ? ഉസ്സയെ വിളിക്കാറുണ്ടോ? ഹുബലിനെ വിളിക്കാറുണ്ടോ? ആരെയും അവർ വിളിക്കാറില്ല. അവർ വിളിക്കുന്നത് അല്ലാഹുമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹ് എന്ന പേരവർ പറയുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ മുദബ്ബിറുൽ ആലമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാത്രമാണ്. അതാ കേട്ടില്ലേ തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. നല്ല തൽബിയത്ത്. നിനക്കൊരു പങ്കുകാരനില്ല. അതാ മുശ്രിക്കാ പറയുന്നത്, നിനക്കൊരു പങ്കുകാരനില്ല. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ജനങ്ങളെ അവിടെ നിർത്തിക്കോ, അത് വളരെ കറക്റ്റായ തൽബിയത്താണ്, ഇനി പറയണ്ട എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ അവരൊരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് ഇസ്ലാമിന് വിരുദ്ധമായ ആശയം പറയുന്നു. ഇല്ലാ ശരീകൻ ഹുവലക, ഒരു പങ്കാളി ഒഴികെ, ആ പങ്കാളി ഹുവലക, അവൻ നിനക്കുള്ളതാണ്. നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ തംലികുഹു, ആ പങ്കാളിയെ ഉടമപ്പെടുത്തിയ ഉടമ നീയാണ്. ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. വമാ മലക, ആ പങ്കാളി എന്തെങ്കിലും കാര്യങ്ങൾ ആ പങ്കാളി ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നീ കൊടുത്തതാണ്. നിന്റെ ഉടമസ്ഥതയിലുള്ളതേ അവരുടമപ്പെടുത്തിയിട്ടുള്ളൂ. സ്വയം കഴിവ് അവർക്കില്ല. ആരിൽ നിന്നും കിട്ടേണ്ട ആവശ്യമില്ലാത്ത ഒരു സമ്പൂർണമായ കഴിവിന്റെ ഉടമകളല്ല. എല്ലാം നീ കൊടുക്കുന്നതാണ് എന്ന് വിശ്വസിച്ചല്ലോ അവര്. ഈ തൽബിയത്ത് ഇതും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഏഴാമത്തെ എന്താണ്? അല്ല, ആറാമത്തെ മദ്ഹ് എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് അല്ലാഹു എന്ന് അംഗീകരിച്ചത് ആരാടോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പേരോടൊന്ന് കേൾക്കണം. മഹാഭൂരിപക്ഷം ജനങ്ങളും ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ മുശ്രിക്കുകളും ഏതാണ്ട് അവരൊക്കെ അല്ലാഹുവിന്റെ അഥവാ പ്രപഞ്ചത്തിന്റെ നാഥന്റെ അസ്തിത്വത്തിൽ അംഗീകരിച്ചവരാണ്, വിശ്വസിച്ചവരാണ്. ഒരു ശക്തിയുണ്ട് എന്ന് അംഗീകരിച്ചവരാണ്. അല്ലാഹു എന്ന് നമ്മൾ പേര് പറയും പോലെ അതാ അറേബ്യൻ മുശ്രിക്കുകളും അതേ പേരിൽ തന്നെയാണ് അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയത്. ലാത്തയെ അവർ ആരാധിച്ചിട്ടുണ്ട്, ഉസ്സയെ ആരാധിച്ചിട്ടുണ്ട്, മനാത്തയെ ആരാധിച്ചിട്ടുണ്ട്, ഹുബലിനെ ആരാധിച്ചിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിൽ ഒരു സമയത്ത് പോലും ലാത്തയെ നേരിട്ടുകൊണ്ട് യാ അല്ലാഹുവേ എന്നവർ വിളിച്ചിട്ടില്ല, അല്ലാഹുമ്മ എന്നവർ വിളിച്ചിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നു. അല്ലാ എന്ന പേര് അവർ ലാത്തക്ക് ഇട്ടിട്ടില്ല, ഉസ്സയെ വിളിച്ചിട്ടില്ല, ഹുബിലിനെ വിളിച്ചിട്ടില്ല. അവര് അല്ലാഹു എന്ന് അവർ അംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അപ്പോ അല്ലാഹുവിനെ നിഷേധിച്ചത് കൊണ്ടല്ല മുശ്രിക്കുകളായി പോയത്. ഇനി ഏഴാമത്തെ വാദം എന്താണ്? അള്ളാഹുവിന് വേണ്ടി തന്നെ ഇബാദത്തുകൾ എടുത്തു. ആ അറേബ്യൻ മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള ഇബാദത്തുകൾ നമ്മൾ എണ്ണിയിട്ടുണ്ട്. അതൊക്കെ അവർ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. ആ കാര്യവും തെളിവ് സഹിതം സമർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പേരോട് മിണ്ടിയിട്ടില്ലല്ലോ. ഒന്ന് വായ തുറന്നുകൊണ്ട് ഇതിനൊക്കെ ഒന്ന് മറുപടി പറയണം. ആ കൃത്യമായ വിവരണവും കഴിഞ്ഞ സിഡിയിലുണ്ട്. അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു,
അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. ഓഹോ, അപ്പൊ അവർ ഇത്ര വലിയ നല്ല മുഅ്മിനുകളാണോ? അത് ഞാൻ പറഞ്ഞിട്ടില്ല, അതാരും വെച്ച് കെട്ടേണ്ടതില്ല. അബൂജഹലിനെ മുഅ്മിനാക്കിയിട്ട് ഞങ്ങളെ മുശ്രിക്കാക്കുകയാണോ മൗലവി എന്ന് ഇനി നാളെ വന്നിട്ടാരും ചോദിക്കണ്ട. അബൂജഹൽ മുഅ്മിനാണെന്ന് ഇവിടെ അഭിപ്രായമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതല്ലേ. എന്താ മുശ്രിക്കുകൾ പറയുന്നത്? മുസ്ലിമീങ്ങൾ പറയും പോലെ തന്നെയാണ് ആദ്യ ഭാഗം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുമ്മ എന്ന അബൂജഹലി പറയുന്നത് ആരോടാണ്? അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോ ആരെയാണ് അബൂജഹലി അല്ലാഹുമ്മ എന്നതുകൊണ്ട് വിളിച്ചത്? ലാത്തക്ക് അല്ലാഹുമ്മ എന്ന് വിളിക്കാറുണ്ടോ? ഉസ്സയെ വിളിക്കാറുണ്ടോ? ഹുബിലിനെ വിളിക്കാറുണ്ടോ? ആരെയും അവർ വിളിക്കാറില്ല. അവർ വിളിക്കുന്നത് അല്ലാഹുമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലാ എന്ന പേരവർ പറയുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ മുദബ്ബിറുൽ ആലമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാത്രമാണ്. അതാ കേട്ടില്ലേ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക. നല്ല തൽബിയത്ത്. നിനക്കൊരു പങ്കുകാരനില്ല. അതാ മുശ്രിക്കാ പറയുന്നത്, നിനക്കൊരു പങ്കുകാരനില്ല. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ജനങ്ങളെ അവിടെ നിർത്തിക്കോ, അത് വളരെ കറക്റ്റായ തൽബിയത്താണ്, ഇനി പറയണ്ട എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ അവരൊരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് ഇസ്ലാമിന് വിരുദ്ധമായ ആശയം പറയുന്നു. ഇല്ലാ ശരീകൻ ഹുവ ലക. ഒരു പങ്കാളി ഒഴികെ, ആ പങ്കാളി ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്. നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ തംലികുഹു, ആ പങ്കാളിയെ ഉടമപ്പെടുത്തിയ ഉടമ നീയാണ്. ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. വമാ മലക, ആ പങ്കാളി എന്തെങ്കിലും കാര്യങ്ങൾ ആ പങ്കാളി ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നീ കൊടുത്തതാണ്. നിന്റെ ഉടമസ്ഥതയിലുള്ളതേ അവരുടമപ്പെടുത്തിയിട്ടുള്ളൂ. സ്വയം കഴിവ് അവർക്കില്ല. ആരിൽ നിന്നും കിട്ടേണ്ട ആവശ്യമില്ലാത്ത ഒരു സമ്പൂർണമായ കഴിവിന്റെ ഉടമകളല്ല. എല്ലാം നീ കൊടുക്കുന്നതാണ് എന്ന് വിശ്വസിച്ചല്ലോ അവര്. ഈ തൽബിയത്ത് ഇതും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അബൂജഹൽ എങ്ങനെയാ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്? അബൂജഹൽ വിളിച്ചു ദുആ ചെയ്ത അള്ളാഹ് ആരാണ്? ശരിക്കും പഠിച്ചു വെച്ചോ സുഹൃത്തുക്കളെ. അതാ അബൂജഹൽ നമുക്ക് കാണാൻ സാധിക്കും. ബദറിന് പുറപ്പെടുന്ന അവസരത്തിൽ അതാ കഅബ ശരീഫിന്റെ ഖില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. കഅബയുടെ സമീപത്ത് നിന്നുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അതാ നമുക്ക് ഈ ബദർ കിസ്സപ്പാട്ടിൽ തന്നെ കാണാം. ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ പൊട് ബാത്തിൽ രണ്ടിൻ ഇടയൈ പീരിത്തരുളീടിനി ഇന്ത ദിനം തനിലെ നമതിരുഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇതിൽ തീരിത്ത് ഖലാസിയത്താക്കിട് നീ പരനേ പരനേ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കി നിതായിമിൽ കാത്തുകൾ ഫത്താഹേ താമസം ചെയ്തിടതുത്തിരം ചെയ്തിട് നീ ഇരവിന് ഹാക്കിമേ സിത്റ അകലാക്കിനൈ കദർ അകലാക്ക് നിന്നുസ്റ ഫത്ഹാക്കുനൈ തദ്റാലവർ ദുആ പട്ടാങ്ങിൽ റാഹിമവൻ കബൂലാക്കിടൈ സത്യമാൽ. മൊയ്ൻകുട്ടി വൈദ്യരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാകവി മൊയ്ൻകുട്ടി വൈദ്യരുടെ സമ്പൂർണ്ണ കൃതികളിൽ നമുക്ക് കാണാം. ഇതെന്തിനാ സൂചിപ്പിച്ചതെന്നോ? ഖുർആനായത്ത് കേട്ടാൽ ചിലർക്ക് വിശ്വാസം വരില്ല, ചിലർക്ക് മാലപ്പ കേട്ടാലേ തൃപ്തിയാവുകയുള്ളൂ. മാലയിലുണ്ടോ? അതേപോലെ തന്നെ മൗലീദിലുണ്ടോ? എങ്കിൽ ഇതാ അബൂജഹല് അതാ ഖുർബായ് കഅബ
കഅബയുടെ കില്ല പിടിത്ത്, അതാ ഖുർബായി കഅബയുടെ കില്ല പിടിത്തുകൊണ്ടാ ചോദിക്കുന്നത്, ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ, ഈ ബൈത്തിന്റെ ഈ കഅബാലയത്തിന്റെ നാഥനായ റബ്ബിനോട് അവൻ ചോദിക്കുകയാണ്, ഈ രണ്ട് കക്ഷികളിൽ ബാത്തിലിന്റെ കക്ഷിയും സത്യത്തിന്റെ കക്ഷിയുമുണ്ടല്ലോ, അവർക്കിടയിൽ നീ പിരിക്കണം. ആരാണ് സത്യത്തിന്റെ കക്ഷിയെങ്കിൽ നീ അവരെ കാത്തുകൊള്ളണം, നീ അവർക്ക് വിജയം നൽകണം എന്നിങ്ങനെ അബൂജഹൽ ദുആ ചെയ്തപ്പോ അതാ പട്ടാങ്ങിൽ റാഹിം അവൻ കബൂലാക്കിയുടെ ഈ സത്യമാൽ അവനത് അംഗീകരിച്ചു. അള്ളാഹുവിനെ അംഗീകരിച്ചു. അവരതാ ദുആ ചെയ്തില്ലേ, അള്ളാഹു അവർക്ക് ഉത്തരം കൊടുത്തു എന്നാണ് നമുക്ക് ഇതിൽ തന്നെ പറയുന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അവർ നോമ്പെടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആശൂറ നോമ്പ്, മുഹറം 10 നോമ്പ് അറേബ്യൻ ഖുറൈശികൾ എടുത്തിരുന്ന നോമ്പാണ്. അവര് നേർച്ചയാക്കിയിട്ടുണ്ട്. എഴുത്തിക്കാതിരിക്കാൻ നേർച്ചയാക്കിയത് നമുക്ക് ഹദീസിൽ കാണാം. തെൽബിയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, തവാഫിനെ പറ്റിയും ഹദീസുകളിൽ പരാമർശം കാണാം. പക്ഷേ ഉടുത്തതുപോലും ഉഴിഞ്ഞിട്ടുള്ള തവാഫായിരുന്നുവെന്നേയുള്ളൂ. പക്ഷേ അതും അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ കാർഷിക വിളവുകളിൽ നിന്നും കാലി സമ്പത്തിൽ നിന്നും അവർ അള്ളാഹുവിന് വേണ്ടി ഒരു വിഹിതത്തെ നീക്കിവെക്കുന്നുണ്ട്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല കദാ അവർ ഒരു വിഹിതത്തെ നീക്കിവെക്കുന്നു അൻആമുകളിൽ നിന്നും, അതേപോലെ തന്നെ ഹർസിൽ നിന്നും, അഥവാ കാലിസമ്പത്തിൽ നിന്നും കൃഷി സമ്പത്തിൽ നിന്നും അവർ ഒരു വിഹിതം അള്ളാഹുവിനെ നീക്കിവെക്കുന്നു, മറ്റുള്ളവർക്കും നീക്കിവെക്കുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താ? അവരെ അള്ളാഹുവിനെ അംഗീകരിച്ചു, അറിഞ്ഞു, അവരെ ഇബാദത്തും ചെയ്യാറുണ്ട്. 8ാമത് നിങ്ങൾ പറഞ്ഞത് അബൂജഹിൽ അള്ളാനെ അറിഞ്ഞയാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ശരിയാണ്. അള്ളാനെ അബൂജഹിൽ എങ്ങനെ അറിഞ്ഞോ എന്ന്, ഏത് രൂപത്തിലാണ് അതിന്റെ ഉദ്ദേശം എന്നും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാവണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹിൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. അയാളിൽ അതല്ലെങ്കിൽ അയാളടക്കമുള്ള അറേബ്യൻ ജനങ്ങളിൽ ഏത് നിലക്കുള്ള മറ്റു വിശ്വാസ രംഗത്തുള്ള ഒരുപാട് ചുരികളുണ്ടെങ്കിലും ആ വിശ്വാസ ജീർണതകളൊക്കെ അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലുള്ള കുഫിരിയത്ത് വളരെ ഭയങ്കരമായ കുഫിരിയത്താണ്. പക്ഷേ അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണോ ശിർക്ക് വന്നത്? അതല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഒരാളിൽ നിന്നങ്ങ് ഒഴിവായി പോയാൽ അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ ആരാധിച്ചാലോ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാലോ അവരിൽ ശിർക്ക് വരില്ല എന്ന് നമുക്ക് പറയാനൊക്കുമോ? ഒരിക്കലും അത് പറയാനൊക്കില്ലല്ലോ. അതുകൊണ്ട് അബൂജഹിലിനെ മുഅ്മിനാക്കുകയല്ല, അബൂജഹിൽ മുശ്രിക്ക് തന്നെയാണ്. പിന്നെ എന്തിനാ അബൂജഹിലിന്റെ വർത്തമാനം ഇവിടെ പറയുന്നത്? അബൂജഹിൽ മുശ്രിക്കാവാനുള്ള കാരണമുണ്ട് ജനങ്ങളെ. നിങ്ങൾ ആ ശിർക്കിലേക്ക് പോയി അബൂജഹിലിനെ പോലെ ആകരുത് എന്ന് പറയാനാണ്. അബൂജഹിൽ അള്ളാനെ സ്വയം പര്യാപ്തനെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. 9ാമതായി നിങ്ങൾ പറഞ്ഞത് അബൂജഹിൽ അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചു. ശരി തന്നെയാണ്. അബൂജഹിൽ അടക്കമുള്ള സർവ്വ മുശ്രിക്കുകളും അള്ളയാണ് ഖാലിഖ് എന്ന് അംഗീകരിച്ചതാണ്. ഞാൻ പറഞ്ഞത് തന്നെയാണ്. പിന്നെ നിങ്ങൾ 10ാമത് പറഞ്ഞത് റാസിഖ് എന്ന് അംഗീകരിച്ചു എന്നാണ്. ശരിയാണ്, ഞാൻ ഏറ്റെടുക്കുന്നു. റാസിഖ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. നബിയെ ചോദിക്കൂ, മൻ ബിയദിഹി, ആരുടെ കയ്യിലാണോ മലകൂതു കുല്ലി ഷൈ? ശ്രദ്ധിച്ചോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ അംഗീകരിക്കുന്ന ശ്രോതാക്കളെ ചിന്തിച്ചോളൂ. കുല്ലി ഷൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നതിൽ നിന്ന് പുറത്താണോ? മൻ ബിയദിഹി, ആരുടെ കയ്യിലാണ് മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. എല്ലാ വസ്തുക്കളുടെയും എന്ന് പറയുമ്പോ പിന്നെ അതിൽ ഏതെങ്കിലും ഒന്ന് പുറത്തുണ്ടോ? ഇല്ലല്ലോ. എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? എങ്ങനത്തെ അവനാണ് അവൻ? വഹുവ യുജീറു, അവനാണ് എല്ലാവർക്കും പരിരക്ഷ നൽകുന്നത്, അവനാണ് എല്ലാവർക്കും രക്ഷ നൽകുന്നത്. വലാ യുജാറു അലൈഹി, അവനെതിരിൽ ഒരാൾക്കും പരിരക്ഷ നൽകപ്പെടുന്നതുമല്ല. ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ പറയൂ. എന്താ അതിന്റെയും മുശ്രിക്കുകളുടെ ഉത്തരം? സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവിന് തന്നെ എന്നവര് അവകാശപ്പെടുന്നു, അവര് പറയുകയും ചെയ്യുന്നു. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ ബൽ ലതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ.
നാം അവരിൽ സത്യവുമായിട്ട് അവരെ സമീപിച്ചിരിക്കുന്നു. സത്യം അവരിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവരിപ്പോഴും കളവ് പറയുന്നവര് തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഞാൻ ഇവിടെ ഈ ആയത്ത് വളരെ വിശദമായി തന്നെ അതിന്റെ തഫ്സീറുകളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ആയത്തടക്കം പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു സത്യമല്ലേ സുഹൃത്തുക്കളെ? ആകാശഭൂമികളെ പടച്ചവൻ ആര്? നിങ്ങളെ പടച്ചവൻ ആര്? മുൻഗാമികളെ പടച്ചവൻ ആര്? അന്നം തരുന്നവൻ ആര്? ജീവിപ്പിക്കുന്നവൻ ആര്? മരിപ്പിക്കുന്നവൻ ആര്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആര് എന്നൊക്കെ ചോദിച്ചാൽ അതേപോലെ തന്നെ ഈ കേൾക്കാനുള്ള കാത് എന്ന ശക്തിയില്ലേ, കാണാനുള്ള ഈ കാഴ്ച ശക്തിയില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? അഥവാ ഇതിൻ്റെയൊക്കെ ഒരു ഉടമയുണ്ടാകുമല്ലോ, ഇതിനെയൊക്കെ ഉടമപ്പെടുത്തിയവനും ആരാണ് എന്നിങ്ങനെ സർവ്വ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിക്കുമ്പോ എല്ലാവരും പറഞ്ഞല്ലോ അല്ലാഹു എന്നാണല്ലോ പറഞ്ഞത്. ഇത് പരിശുദ്ധ ഖുർആനിൽ വളരെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ 11ാമത് നിങ്ങൾ പറഞ്ഞത് മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശമെന്നും ഏതർത്ഥത്തിലാണ് ആ പറഞ്ഞതെന്നും സിഡിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയും കേൾക്കാതെ കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് വീണ്ടും വീണ്ടും നമ്പറിട്ട് പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ കഴിഞ്ഞ 6ാമത്തെ പ്രഭാഷണത്തിന്റെ സിഡി ഇറങ്ങിയപ്പോ ചില നമ്പറുകൾ, ഓരോ നമ്പറുകളതാ 9ഓളം കാര്യങ്ങൾ, 9 എണ്ണം മാത്രമല്ല 9ഓളം കുറേ പ്രത്യേകമായ കാര്യങ്ങൾ ജനങ്ങൾ പ്രത്യേകമായി മനസ്സിരുത്താൻ വേണ്ടി നമ്പർ ഇട്ടുകൊണ്ട് സൂചിപ്പിച്ചിരുന്നു. അതിലെത്രയോ കാര്യങ്ങളുണ്ട്. അത് പറയാൻ തന്നെ ഒരു ദിവസം വേണ്ടി വരും. ആ 9 കാര്യങ്ങൾ എന്താണെന്ന് പേരോടതിനെ പറ്റി മിണ്ടുന്നില്ലല്ലോ. പേരോടതിനെ സംബന്ധിച്ച് മിണ്ടിയോ? അബൂജഹിലടക്കമുള്ള ആളുകളുടെ പല കാര്യങ്ങളും വന്ന് വിശദീകരിച്ചല്ലോ. അവരുടെ തവാഫിനെ പറ്റി പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ആശൂറാ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് ഇഅ്തികാഫിന് ഉമർ റളിയല്ലാഹു അൻഹു ജാഹിലിയ്യ കാലഘട്ടത്തിൽ നേർച്ചയാക്കിയ സംഭവത്തെ പറ്റി പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ സിഡി ഒന്ന് ഇനിയെങ്കിലും കേട്ടിട്ട് അതിൽ നമ്പറിട്ട് പറഞ്ഞതും അല്ലാത്തതുമായ എത്രയോ വിഷയങ്ങളുണ്ട് നിങ്ങൾ തൊടാതെ പോയത്. അതൊന്ന് വിശദീകരിക്കണേ. അത് പറയാതെ നിങ്ങൾ വെറുതെ ഓരോ രൂപത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞങ്ങ് സമർത്ഥിച്ചത് കൊണ്ട് കാര്യമായില്ല. അതുകൊണ്ട് ആ ഒഴിഞ്ഞു മാറ്റം നല്ലതിനല്ല. പിന്നെ ഇയാൾ നടത്തിയ വേറൊരു തട്ടിപ്പുണ്ടായിരുന്നു. എന്താ തട്ടിപ്പെന്നറിയോ? ഞാൻ പറഞ്ഞു, അറേബ്യൻ മുശ്രിക്കുകൾ കടലിൽ വെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോ അവർക്ക് ഉത്തരവും കിട്ടി. അവര് ഏതല്ലാനെ അവർ വിളിച്ചത്? യഥാർത്ഥ അള്ളാഹിനെ തന്നെയാണോ അതോ സങ്കല്പത്തിലുള്ള അള്ളയാണോ? ആ അള്ളയാണോ അവർക്ക് ഉത്തരം കൊടുത്തത് അതോ വേറെ അള്ളയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ മൂപ്പര് എന്റെ ചോദ്യത്തെ തന്നെ അട്ടിമറിച്ചിരുന്നു എന്ന്. അന്ന് മൂപ്പര് പറഞ്ഞു, മൗലവി ചോദിച്ചു, അബൂജഹിലിന് എങ്ങനെ എന്തുകൊണ്ടാ ഉത്തരം കിട്ടിയത്? മൗലവി, അബൂജഹിലിന് ഉത്തരം കിട്ടിയത് അള്ള തൃപ്തിപ്പെട്ട് കൊടുത്തോന്നല്ല, അതൊരു പരീക്ഷണാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാനത് ചോദിച്ചിട്ടില്ലല്ലോ. അബൂജഹിലിനെ ആദരിച്ചുകൊണ്ടാണോ ഉത്തരം കൊടുത്തത് അതോ പരീക്ഷണാർത്ഥം കൊടുത്തതാണോ എന്നൊന്നും എന്റെ ചോദ്യമല്ല. മറിച്ച് കടലിൽ വെച്ച് അബൂജഹിൽ അടക്കമുള്ള മുശ്രിക്കുകൾ വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഖുർആനിൽ. ആ വിളിച്ച അള്ള ഏതാണ്? ഉത്തരം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ ഉത്തരം കൊടുത്ത അള്ള ആരാണ്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞ പ്രസംഗത്തിലും പേരോടിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യവും പേരോടിന്റെ മറുപടിയൊക്കെ കൃത്യമായി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സിഡി ഇറങ്ങുമ്പോൾ ഇനിയും കേൾക്കാം, ആവർത്തിക്കണ്ട എന്ന നിലക്കാണ്. പേരോട് എന്ത് ചെയ്യുക, ആ സിഡി ഒന്നും കൂടെ കേട്ടിട്ട് ഇതിനൊന്ന് ഉത്തരം പറയണം. കടലിൽ വെച്ച് ഉത്തരം കൊടുത്തത് ആദരിച്ചുകൊണ്ടാണോ അനാദരിച്ചുകൊണ്ടാണോ എന്നതെന്റെ ചോദ്യമല്ല. അവരാരെയാണ് തേടിയത്? ആ അള്ള നമ്മൾ പറയുന്ന അള്ളയാണോ? ഉത്തരം കൊടുത്ത അള്ള ആരാണ്? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. സങ്കല്പത്തിലുള്ള അള്ള ഉത്തരം കൊടുക്കോ എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി പേരോട് പറഞ്ഞിട്ടില്ല. അടുത്ത പ്രസംഗത്തിൽ പേരോടതൊന്ന് പറയണം. ഇതൊക്കെ നമ്മൾ സ്ഥാപിച്ചപ്പോ പേരോട് കഴിഞ്ഞ പ്രസംഗത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? പേരോട് പറയണേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നല്ല രസം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളി. വമ്പം വെഡിത്തം മൂപ്പർ ആലോചിച്ചുണ്ടാക്കി പറയുന്നത് കേട്ടോളൂ. എന്താ പറയുന്നത്? അവര് വേറെ അള്ളയിലാ വിശ്വസിച്ചത്.
ഇനിയിപ്പോൾ അതേ നിർവാഹമുള്ളൂ. കാരണം അള്ളാഹു എന്നൊക്കെ ഇങ്ങനെ കാണുകയാണ് അവരുടെ വാക്കിലേ. അപ്പൊ ഇനിയിപ്പോൾ എന്തേ നിർവാഹമുള്ളൂ? ആ വിശ്വസിച്ച് വേറെ അല്ലേണ് അത് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളൂ. വേറെ അല്ലേണ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ ആ വാക്ക്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അല്ല എന്താണ്? ഉള്ള അല്ല ഒരു സങ്കല്പാണ്.